പദ്ധതിക്ക് വിരോധമായി എഴുന്നേറ്റ് വരുന്ന സർക്കാർ. എന്നെ കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്, അല്ലെ ബ്രദർ ഹെനോക്കിനെ കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ആ പദ്ധതിക്ക് വിരോധമായി എഴുന്നേറ്റ് വരുന്ന ഒരു ശക്തിയുണ്ട്. രണ്ടാമത് ദൈവത്തിന്റെ പരിജ്ഞാനം, യഹോവയുടെ പരിജ്ഞാനം കൊണ്ട് ഭൂമി നിറഞ്ഞു നിൽക്കുകയാണ്. യഹോവയുടെ പരിജ്ഞാനത്താൽ ഭൂമി നിറഞ്ഞു നിൽക്കുന്നു എന്നാണ് ഹബക്കൂക്ക് പ്രവാചകൻ പറഞ്ഞത്. യഹോവയുടെ പരിജ്ഞാനമാണ്. യെശയ്യാ പ്രവാചകൻ യേശുവിന്റെ ക്രൂശ് കണ്ടിട്ട് പറഞ്ഞത്, എന്റെ ദാസൻ, എന്റെ പരിശുദ്ധദാസൻ തന്റെ പരിജ്ഞാനം കൊണ്ട് അനേകരെ നീതീകരിക്കും. അപ്പോൾ ആ പരിശുദ്ധദാസനായ യേശുവിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി സാത്താൻ എഴുന്നേറ്റ് നിൽക്കും. മറ്റൊരു ഭാഗത്ത് ദാവീദ് പറഞ്ഞു ദൈവ സാന്നിധ്യത്തെ കുറിച്ച്. എന്താ പറയുന്നത്? ഞാൻ സ്വർഗത്തിൽ കയറി, അപ്പോൾ നീ അവിടെ ഉണ്ടായിരുന്നു. ഞാൻ പാതാളത്തിൽ കിടക്ക വിളിച്ചു, അവിടെയും നീ ഉണ്ടായിരുന്നു. അയ്യോ, ഈ പരിജ്ഞാനം എനിക്ക് ഗ്രഹിക്കാൻ ഒക്കുന്നില്ല. ദൈവ സാന്നിധ്യത്തിന്റെ പരിജ്ഞാനം ദാവീദിന് ഗ്രഹിക്കാൻ ഒക്കുന്നില്ല. പക്ഷെ ആ പരിജ്ഞാനത്തിന് വിരോധമായി സാത്താൻ എഴുന്നേൽക്കും. യേശുവിന്റെ ക്രൂശ് മരണം പരിജ്ഞാനമാണ്. എന്റെ ദാസൻ എന്റെ പരിജ്ഞാനം കൊണ്ടാണ് അനേകരെ നീതീകരിക്കുന്നത്. ആ പരിശുദ്ധദാസന്റെ പരിജ്ഞാനത്തിന് വിരോധമായി സാത്താൻ എഴുന്നേൽക്കും. മറ്റൊരു ഭാഗത്ത് പൗലോസ് പറഞ്ഞു, ജീവൻ പ്രവർത്തിക്കേണ്ടതെല്ലാം ആ പരിജ്ഞാനം നിങ്ങൾക്ക് പ്രദാനം ചെയ്തു. ആ പരിജ്ഞാനത്തിന് വിരോധമായി സാത്താൻ എഴുന്നേൽക്കും. ഭൂമിയിൽ നിങ്ങൾക്ക് നൽകിയ എല്ലാ നന്മയ്ക്ക് വിരോധമായി സാത്താൻ എഴുന്നേൽക്കും. നിങ്ങളുടെ നീതീകരണത്തിനായി ക്രൂശിക്കപ്പെട്ട യേശുവിന്റെ ക്രൂശ് മരണത്തിന് വിരോധമായി സാത്താൻ എഴുന്നേൽക്കും. അത് ചിന്തകളിലും വാക്കിലും പ്രവൃത്തിയിലും നമ്മളോട് പോരാടും. അതാണ് ദൈവപരിജ്ഞാനത്തിന് വിരോധമായി നിൽക്കും. ഇതുപോലെ മറ്റൊന്നാണ് ദൈവിക പദ്ധതി. നമ്മളെ കുറിച്ചൊക്കെയുള്ള ഒരു ദൈവിക പദ്ധതിയുണ്ട്. ആ പദ്ധതിക്ക് വിരോധമായി എഴുന്നേറ്റ് വരും. എല്ലാം നമുക്ക് വിശദമായി ചിന്തിക്കാൻ സമയം പോലെ ഓർമ്മയിൽ വയ്ക്കൂ. നമ്മുടെ ജീവിതത്തിന് എൻ്റെ ദൈവത്തിന് എന്നെ കുറിച്ചുള്ള എൻ്റെ ദൈവത്തിൻ്റെ പദ്ധതിക്ക് വിരോധമായി എഴുന്നേറ്റ് വരുന്നുണ്ട്. ഒന്നൊന്നായി നമുക്ക് നോക്കിയാൽ, ഒന്ന് എന്നോടുള്ള ദൈവകൃപയ്ക്ക് വിരോധമായി എഴുന്നേറ്റ് വരുന്നതാണ് എൻ്റെ നിഗമനം. ഓർമ്മയിൽ വയ്ക്കൂ, ശ്രദ്ധിക്കുക. ദൈവത്തിന് എന്നോടുള്ള കൃപയ്ക്ക് വിരോധമായി എഴുന്നേറ്റ് വരുന്ന ഒരു വലിയ ശക്തിയാണ് നിഗമനം. കാര്യം എന്താ? ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കും. ആരോട് കൃപ നൽകും. നമ്മുടെ ജീവിതത്തിന്റെ എല്ലാം ദൈവത്തിന്റെ കൃപയാണെന്ന് സാത്താൻ അറിയാം. ഞാനായിരിക്കുന്ന അല്ലെങ്കിൽ ഹേനോക്കായിരിക്കുന്ന നിങ്ങളായിരിക്കുന്ന എല്ലാം ദൈവ കൃപയാണ്. 7 സ്ഥലത്ത് നിങ്ങൾക്ക് ദൈവകൃപ വേണം. ഭക്തനായ ദാവീദ് ഒരിക്കൽ പാടി, യഹോവേ നിന്റെ കൃപകളെ കുറിച്ച് ഞാൻ ഇനി പാടും. എന്താണ്? നിന്റെ കൃപയാലാണ് ഞാൻ രക്ഷിക്കപ്പെട്ടത്. ഇത്ര വലിയ രക്ഷ നരകം വിട്ടൊഴിഞ്ഞ് എന്റെ ജീവന്റെ പുസ്തകത്തിൽ എഴുതിയെങ്കിൽ ഇതിന്റെ പിന്നിൽ ദൈവത്തിന്റെ കൃപയുണ്ട്. കൃപയാലല്ലോ വിശ്വാസം മൂലം നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്. മറ്റൊരു ഭാഗത്ത് പൗലോസ് പറഞ്ഞു, കൃപയിലാണ് നിങ്ങൾ നിലനിൽക്കുന്നത്. ഇത്രയും കാലം നിലനിന്നോ? നിങ്ങൾ നിന്നതല്ല, ദൈവത്തിന്റെ കൃപ നിങ്ങളെ നിർത്തിയതാണ്. മൂന്നാമത് സക്കറിയാവ്, യോഹന്നാന്റെ അപ്പനായ സക്കറിയാവ്, യോഹന്നാന്റെ ജനനകാലത്തിന് ശേഷം അവന്റെ പേരിടുമ്പോൾ പാട്ടിന്റെ വരികളിൽ ഇങ്ങനെ പാടി. യോഹന്നാന്റെ അപ്പനമ്മയോ പാടുന്നൊരു വാക്കുണ്ടല്ലോ, ഞങ്ങളുടെ ആയുഷ്കാലമൊക്കെ മുൻപാകെ നീതിയിലും വിശുദ്ധിയിലും നിന്നെ ആരാധിപ്പാൻ നീ ഞങ്ങളോട് കൃപ ചെയ്തല്ലോ. ഓർമ്മയിൽ വെക്കൂ സഹോദരങ്ങളെ, നിങ്ങൾ രക്ഷിക്കപ്പെട്ട ദൈവത്തിന്റെ കൃപയാണ്. നിങ്ങൾ ഇതുവരെ നിലനിന്നോ? നിന്നതല്ല, ദൈവം നിങ്ങളെ നിലനിർത്തിയത് ദൈവകൃപയാണ്. നീതിയിലും വിശുദ്ധിയിലും നിങ്ങൾ ദിനംപ്രതി നിങ്ങളുടെ ദൈവത്തെ ആരാധിച്ചുവോ? അത് ദൈവത്തിന്റെ കൃപയാണ്. മറ്റൊരു ഭാഗത്ത് പൗലോസ് പറഞ്ഞു, ഞാൻ മറ്റുള്ളവരെക്കാൾ അധികം അധ്വാനിച്ചു, ഞാനല്ല, അത് എന്നോടുകൂടെയുള്ള ദൈവത്തിന്റെ കൃപയായി. ഈ ഒരു ഭാഗത്ത് പറഞ്ഞു, മഹാപർവ്വതമേ നീ സമഭൂമിയായി തീരും. ഞാൻ കൃപ എന്നാർത്ത് വിളിച്ചുകൊണ്ട് നിന്നെ എന്റെ കാൽക്കീഴിലാക്കും. കഴിഞ്ഞ കാലങ്ങളിൽ ശത്രുവിന്റെ മേൽ നിങ്ങൾക്ക് വിജയം ലഭിച്ചെങ്കിൽ അത് ദൈവത്തിന്റെ കൃപയാണ്. ആറാമത്
നിങ്ങളുടെ ശരീര രൂപാന്തരത്തിന് ദൈവത്തിന്റെ കൃപ വേണം. പത്രോസ് പറഞ്ഞു, നിങ്ങൾക്ക് തന്നെ ആത്മീയ വർധന വരുത്തി പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചു അവന്റെ കൃപയ്ക്കായി നിങ്ങൾ കാത്തിരിക്കും. ഏഴാമത് നിങ്ങൾക്ക് എവിടെയാണ് കൃപ വേണ്ടിയത്? ശുദ്ധവും ശുഭ്രവുമായ ഒരു വിശേഷ വസ്ത്രം ധരിക്കുവാൻ ദൈവങ്ങൾക്ക് കൃപ. ഇങ്ങനെയാണെങ്കിൽ നിങ്ങളെ രക്ഷ തുടങ്ങി നിങ്ങളെ നിത്യതയുടെ അവകാശം വരെ ദൈവകൃപയാണ്. ഇതുകൊണ്ടാണ് പൗലോസ് തന്റെ ലേഖന വരികളിൽ ഇങ്ങനെ എഴുതി, ഞാനാകുന്നത് ദൈവത്തിന്റെ കൃപയാണ്. ഞാനാകുന്നത് ദൈവമേ നിന്റെ കൃപയാണ്. നിന്റെ കൃപകളെ കുറിച്ച് ഇനി ഞാൻ പാടും. ഞാനായിരിക്കുന്നത് നിന്റെ കൃപയാണ്. എന്റെ കൃപ നിനക്ക് മതിയെന്ന് ഒരു വാക്ക് ദൈവം നമ്മളോട് പറയുന്നെങ്കിൽ ആ കൃപയ്ക്കുള്ളിലെല്ലാം കൃപ എന്ന വാക്യന്റെ വിവർത്തനം പല വേദപുസ്തക പണ്ഡിതന്മാരും പല രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. ജോൺ വെൽസ്ലി അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, അയോഗ്യനായ ഒരുവൻ സൃഷ്ടാവിന്റെ മുൻപാകെ യോഗ്യനായി തീരേണ്ടതിന് സൃഷ്ടാവായ ദൈവം അവനോട് കാണിക്കുന്ന കരുണ, അനുകമ്പ, മനസ്സലിവ്, ദയ, ഈ 4 കാര്യങ്ങളെ ചേർത്ത് ഒറ്റ വാക്കാണ് ദൈവത്തിന്റെ കൃപ. ഞാൻ പറയുന്നത് മനസ്സിലാക്കാനുണ്ടോ? പലപ്പോഴും നമ്മൾ ദൈവകൃപ എന്ന് പറയുന്നില്ലേ? കൃപയെക്കുറിച്ച് പാടാറില്ലേ? കൃപയെക്കുറിച്ച് പ്രസംഗിക്കാറില്ലേ? ദൈവകൃപയുടെ ആളുകളെ കുറിച്ച് സാക്ഷി പറയാറില്ലേ? ശരിയാണ് കൃപ. ഹെൻറി ഞാൻ ഓർക്കുന്നില്ല, അതിനെക്കുറിച്ച് സ്പെയിൻ എഴുതിയപ്പോൾ താൻ ആത്മാവ് തന്നെ എഴുതിയതാണ്. അയോഗ്യനായ ഒരുവൻ യോഗ്യനായി തീരുവാൻ സൃഷ്ടാവായ ദൈവം അവനോട് കാണിക്കുന്ന അളവറ്റ കരുണ, അനുകമ്പ, മനസ്സലിവ്, ദയ, ഈ 4 കാര്യങ്ങളെ കൂടെ ചേർത്ത് ഒറ്റ വാക്കിൽ പറയുന്നു ദൈവത്തിന്റെ കൃപ. ദൈവത്തിന് നിന്നോട് കൃപയുണ്ടോ? അതിൽ അനുകമ്പയുണ്ട്. ദൈവത്തിന് നിന്നോട് കൃപയുണ്ടോ? അതിൽ ദൈവത്തിന്റെ ദൈവമുണ്ട്. ഓർമ്മയിൽ വയ്ക്കൂ, ഈ കൃപയ്ക്കെതിരെ നിൽക്കുന്നവൻ ആരാണ്? നിഗളമാണ്. ദൈവം നിഗളോട് എതിർത്ത് നിൽക്കുന്നു, ആടുകളോട് ദൈവം കൃപ നൽകും. അങ്ങനെയാണെങ്കിൽ പരിപാലിക്കുന്ന രക്ഷയ്ക്ക് ഒരുക്കപ്പെടുവാൻ നിഗളം നമ്മുടെ ശത്രുവായി മാറും. ജീവനുള്ള ദൈവത്തെ നീതിയിൽ വിശുദ്ധിയിൽ ആരാധിക്കാൻ കഴിയാത്തവണ്ണം നിഗളം നമുക്ക് ശത്രുവായി തീരും. ഈ വിശ്വാസ പ്രമാണത്തിൽ നിലനിൽക്കാൻ കഴിയാത്തവണ്ണം നമ്മുടെ കാലുകൾ ആടിപ്പോകുവാൻ നിഗളം കാരണമായി തീരും. യേശു വരുമ്പോൾ ശരീരം രൂപാന്തരപ്പെടാതിരിക്കുവാൻ നിഗളം കാരണമായി തീരും. യുദ്ധകളത്തിൽ വിശുദ്ധന്മാരോട് അധ്വാനിക്കാൻ കഴിയാതെ ആയുധങ്ങൾ ചെറിഞ്ഞ് ഓടിപ്പോകേണ്ടി വരും. നിഗളത്തിന് കാരണമാണ്. നിത്യതയുടെ കവാടത്തിൽ ദുഃഖിതനുമായി തീരേണ്ടി വരും. കാര്യം നാം നഗ്നരായി മാറും. കാര്യം ദൈവകൃപ നമ്മളെ വിട്ടുപോകും. അതുകൊണ്ട് നിഗളം നമുക്ക് ശത്രുവാണ്. ഓർമ്മയിൽ വയ്ക്കൂ, ദൈവ പരിജ്ഞാനത്തിന് വിരോധമായി നിനക്ക് വിരോധമായി നിനക്ക് വിരോധമായി എഴുന്നേറ്റ് വരുന്നത് നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരു ആയുധവും ഫലിക്കില്ല. അപ്പോൾ നമുക്ക് വിരോധമായി നിൽക്കുന്ന ഏറ്റവും വലിയ ശത്രുതയെന്ന നിഗമമാണ്. ഓർമ്മയിൽ വയ്ക്കൂ, വിശ്വാസികളായാലും ശുശ്രൂഷകരായാലും കുഞ്ഞുങ്ങളായാലും മുതിർന്നവരായാലും ഒക്കെ പലപ്പോഴും ഇതിൻ്റെ ആഴം നമുക്ക് അറിഞ്ഞിട്ടുണ്ട്. രക്ഷയിൽ നിന്ന് അകന്നു പോകുന്നു, നീതിയുള്ള ആരാധനയിൽ നിന്ന് അകന്നു പോകുന്നു, ശുദ്ധന്മാരോട് അധ്വാനിക്കാൻ കഴിയാതെ പോകുന്നു, ദൈവകൃപയ്ക്ക് നാം അകന്നു പോകുന്നു. കാരണം എന്ത്? നമ്മളറിയാതെ നിങ്ങളെ നമ്മൾ പിടിക്കുക. ദൈവം നിങ്ങളോട് എതിർത്ത് നിൽക്കുക. ദൈവം കൊലപാതകങ്ങളോട് എതിർത്ത് ബൈബിൾ ദൈവത്തിൽ വിചാരിയായ മനുഷ്യനെ കണ്ടിട്ട് അവരോട് എതിർത്തത് ബൈബിൾ വാക്യമില്ല. ദൈവം ഒരു മോഷ്ടാവിനെ കണ്ടിട്ട് അവരോട് എതിർത്തതായി ബൈബിളിൽ വാക്യമില്ല. പക്ഷേ ദൈവം ഭൂമിയിൽ എതിർക്കുന്ന ഒരേ ഒരു കാര്യമുള്ളൂ, അതാരാണ്? നിങ്ങളാണ്. ആകയാൽ നിങ്ങളൊന്നും ഒരിക്കലും നമ്മൾ കുടിയേറാതെ നമ്മുടെ ജീവിതം വളരെ നമ്മൾ സൂക്ഷിക്കണം. ദൈവം നിങ്ങളോട് എതിർക്കും. പ്രത്യേകിച്ച് പറയണം, ഇല്ല സാത്താനെ, എൻ്റെ പ്രാണന് വിരോധമായി, എന്നെക്കുറിച്ചുള്ള ദൈവിക പദ്ധതിക്ക് വിരോധമായി, എൻ്റെ ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിന് വിരോധമായി എഴുന്നേറ്റ് വരുന്നതൊന്നും ഭവിക്കത്തില്ല.
എനിക്കൊന്നും ഭവിക്കുന്നില്ല. ഓർമ്മയിൽ വെച്ച് നമ്മൾ ഇരിച്ചു പറയുന്ന ഒരു പ്രവണത നമുക്കുണ്ടാകണം. വീണ്ടും നാം തിരുവഴുത്തിലേക്ക് കടന്നു വരുമ്പോൾ മറ്റൊരു കാര്യം നമുക്ക് കാണാൻ കഴിയും. രണ്ടാമതായി നമ്മളുടെ ദൈവനീതിക്കെതിരെയാണ്. ദൈവനീതിക്കെതിരെ നമ്മുടെ പ്രാർത്ഥനകൾ എഴുന്നേറ്റ് വരും. എന്നോടും നിങ്ങളോടൊക്കെ ദൈവത്തിൻ്റെ നീതിയുണ്ട്. ഞാൻ പല ശുശ്രൂഷയുടെ മുഖത്ത് കോപിക്കുമായിരുന്നു, പെട്ടെന്ന് കോപിക്കുമായിരുന്നു, താങ്ങിക്കൂടായ കോപം വരുമായിരുന്നു. ആ കോപനിമിത്തം ചിലപ്പോൾ ദുഷിച്ച് സംസാരിക്കുകയും ചിലപ്പോൾ എല്ലാം മറ്റുള്ളവർക്കെന്നല്ല എന്നവർക്ക് ഇടർച്ചയായി തീരുകയും ചെയ്യുമായിരുന്നു. എന്നാലേ ബൈബിളിൽ എൻ്റെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് മോശയാണ്. ഭൂതലത്തിൽ വെച്ച് ഏറ്റവും വലിയ സൗമ്യനായ മോശ. ആ മനുഷ്യൻ്റെ രൂപം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. നിങ്ങളോട് ഞാൻ പറയാൻ, ഞാൻ കഴിച്ചുവായാലൊക്കെ കവന്ന് കിടന്ന് രാത്രി ഒരുപാട് കഴിഞ്ഞിട്ടുണ്ട്. കോപത്തിൽ നിന്ന് രക്ഷപ്പെടാം. കോപം വരും ക്ഷണത്തിൽ നമ്മളെ മറ്റുള്ളവരെ എന്തെങ്കിലുമൊക്കെ ദുഷിക്കും, കൈകിടുന്നിടത്ത് എറിയും, കോപിക്കും. പക്ഷെ നമ്മളത് മറന്നു പോകും. പക്ഷെ മറുഭാഗം മറക്കണമെന്നില്ല. ഞാൻ ഒത്തിരി ദുഃഖിച്ചിട്ടുള്ള കാര്യം, ശുശ്രൂഷയുടെ മുഖത്ത് ഞാൻ ഏറ്റവും ദുഃഖിച്ചിരുന്നത് ആ ഒരു പ്രാകൃത നിമിത്തമാണ്. പറയുന്ന ആഴത്തിൽ സ്നേഹിക്കുന്നവർ എല്ലാ സംരക്ഷണം ചെയ്യും. പക്ഷെ അവർ ചെയ്ത എല്ലാ നന്മയും ക്ഷണത്തിൽ മറന്നിട്ടാണ് നമ്മൾ സംസാരിച്ചു പോകുന്നത്. ഒത്തിരി കരഞ്ഞു, ഒരുപാട് ഞാൻ ഭാവിക്കുന്ന വിഷയത്തിൽ കരഞ്ഞു. പല മുതിർന്ന മാസ്റ്റർമാരും നമ്മളെ കൊച്ചുകുട്ടികളെ പോലെ സംരക്ഷിക്കുമെങ്കിലും ദേഷ്യം വരും. നമ്മളെന്താണെന്ന് വെച്ചാൽ പറഞ്ഞു. പിന്നെ നമ്മൾ സോറിയൊക്കെ പറയും. പക്ഷേ അതൊന്നും കാര്യമില്ല. രാത്രി ദൈവനോട് പറഞ്ഞു, മനുഷ്യന്റെ ക്രോധം ദൈവത്തിന്റെ നീതിയെ നിവർത്തിക്കത്തില്ല. ഞാൻ ഭയപ്പെട്ടു. മനുഷ്യന്റെ ക്രോധം ദൈവത്തിന്റെ നീതിയെ നിവർത്തിക്കത്തില്ല. എന്നോട് എൻ്റെ യജമാനായ ദൈവത്തിൻ്റെ ഒരു നീതിയുണ്ട്. ആ നീതിക്ക് വിരോധമായിട്ടാണ് എൻ്റെ ക്രോധം എനിക്ക് മനസ്സിലാക്കുന്നത്. ഞാൻ വളരെ പ്രാർത്ഥിച്ചു, കരഞ്ഞു. പിന്നെ എങ്ങനെ രക്ഷപ്പെടുമെന്ന് ചോദിച്ചു. രാത്രിയിൽ യേശുവിന് കുറേ കാര്യങ്ങളുണ്ട്. യേശുവിന്റെ കൈകൾ കെട്ടി വിസ്താരത്തിന് കൊണ്ടുപോയി നിർത്തി. പീലാത്തോസ് യേശുവിനോട് കുറെ കാര്യങ്ങൾ സംസാരിച്ചു. യേശു വായി തുറക്കാതെ മൗനമായി. നിങ്ങളെ കൊടുക്കുമോ? നമ്മളൊന്ന് ചോദിച്ചാൽ 3 പറയുന്നവരാണ്. പിന്നെ ചിലരാണെങ്കിൽ പ്രാർത്ഥിക്കാൻ നേരം വായിക്കൂടെ മാത്രമേ പ്രാർത്ഥിച്ചുള്ളൂ. അയ്യോ, മറ്റൊരാളോട് വഴക്കുണ്ടാക്കാണെങ്കിൽ വായിക്കൂടെ മൂക്കിക്കൂടെ പറഞ്ഞേ. വായിക്കൂടെ മൂക്കിക്കൂടെ കൂടെ സംസാരിക്കുന്നേ. അവർക്ക് നമ്മൾ തെറ്റിക്കും. വായിക്കൂടാണ് ശ്രദ്ധിക്കാറില്ല. യേശുവിനെ യേശു പീലാത്തോസിനടുത്ത് ഇങ്ങനെ രഹസ്യം നിങ്ങൾക്ക് പറയാമോ? നിങ്ങൾക്ക് കാര്യങ്ങൾ അറിയാം. പീലാത്തോസ് പറഞ്ഞു, എനിക്ക് നിന്നെ വിധിപ്പാനും വിട്ടയക്കാനും അധികാരമുണ്ട്. ഈ പറയപ്പെടുന്നത് ശരിയാണ്. ഈ ദേഹത്ത ഓർത്ത പീലാത്തോസ്, അല്ല യജമാനനെ, ഈ പറയപ്പെടുന്നതൊന്നും സത്യമല്ല, ഞാനിതൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയും. ഒരു യാചകനെ പോലെ കരയും. അപ്പോൾ ദൈവോട് വിട്ടയക്കാനാണ് പീലാത്തോസ് ഇത് പറഞ്ഞത്. യേശു തിരിഞ്ഞിട്ട് പറഞ്ഞു, പീലാത്തോസ്, മൗലിക അനുവാദമില്ലെങ്കിൽ നിനക്ക് എൻ്റെ മേലെ യാതൊരു അധികാരവുമില്ല. ചെറിയ കാര്യമാണോ? പീലാത്തോസ്, മൗലിക അനുവാദമില്ലെങ്കിൽ നിനക്ക് എൻ്റെ മേലെ യാതൊരു അധികാരവുമില്ല. നിന്റെ പടയാളി എന്റെ മുഖത്ത് തുപ്പിയാൽ, അവൻ എന്നെ ചമ്മട്ടിക്ക് അടിച്ചാൽ, ചാട്ടവാർ എന്നെ അടിച്ചാൽ, എന്റെ പിതാവ് ഇപ്പോൾ അത് അനുവദിക്കും. ഇതാണ് ഒന്നാമത്തെ അറിവ്. രണ്ടാമത്തെ അറിവ് ഏതാണ്? അവൻ അലക്ഷ്യമാക്കി, അഗണ്യമാക്കി. ഈസ് നോട്ട് മൈൻഡ് എന്നാണ് മൈൻഡ് ചെയ്തിരിക്കുന്നത്. അവമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിച്ചു. മൂന്നാമത് എന്താണ്? അവൻ തിരിഞ്ഞു നോക്കി. നോക്കുമ്പോൾ അവൻ പിൻഗാമികളെ കണ്ടു. അവൻ സന്തതിയെ കാണുകയും ദീർഘായുസ് പ്രാപിക്കുകയും ചെയ്തു. അന്ന് യേശു വായ തുറന്ന് നീതി ന്യായവും പറഞ്ഞിരുന്നെങ്കിൽ കോഴഞ്ചേരിയിൽ നമുക്ക് ഇന്നിങ്ങനെ ആരാധന കാണത്തില്ലായിരുന്നു. ചേർന്ന് യേശു വായ തുറക്കാതെ അവൻ സന്തതിയെ കണ്ട് ദീർഘായുസ് പ്രാപിച്ചു. എന്നോട് രാത്രിയിൽ ദൈവം കാര്യം പറഞ്ഞു. ഒന്ന്, ചെറിയ കാര്യം പോലും സ്വർഗീയ പിതാവ് അനുവദിച്ചില്ല. രണ്ട്, കേൾക്കുന്നതെല്ലാം ലക്ഷ്യമാക്കാനും അവയ്ക്കെല്ലാം മറുപടി പറയാനും നടക്കരുത്. മൂന്നാമത്, നീ മാത്രമല്ല നിന്റെ പിൻഗാമികളെ ബാക്കിലേക്ക് നോക്കണം. യേശു സന്തതിയെ കണ്ട് ദീർഘായുസ് പ്രാപിച്ചതാണ്.
ഓർമ്മയിൽ വയ്ക്കൂ, ദൈവനീതിക്കെതിരെ ദൈവനീതിക്കെതിരെ. ഇതിനാണ് പറഞ്ഞത്, വിശ്വാസത്തോടെ കൽപ്പിക്ക, ഈ കാട്ടത്തി വേരോടെ കിഴിഞ്ഞു പറഞ്ഞു. കാട്ടത്തി എന്ന് പറയുന്നത് അനീതിയെ കാണിക്കുക. ദൈവനീതിക്ക് വിരോധമായി എഴുതിച്ചു വരുന്ന കാട്ടത്തികളെ വേരോടെ ശ്വാസിച്ച് നീക്കിക്കളയുക. അതുപോലെ ദൈവപരിജ്ഞാനത്തിന് വിരോധമായി എഴുതിച്ചു വരുന്ന എല്ലാ ദുഷ്ടതകളെയും യേശുവിന്റെ നാമത്തിൽ നീക്കിക്കളയുക. നമ്മുടെ ഹൃദയത്തിൽ വാഴുന്ന താഴ്മയ്ക്ക് പിന്നിൽ കൃപയുണ്ട്. ആ കൃപയ്ക്ക് വിരോധമായി എഴുന്നേറ്റ് വരുന്ന നീകളൊക്കെ നമ്മൾ വിശ്വാസിക്കും. ഇനി നമുക്ക് വിരോധമായി എഴുന്നേറ്റു എന്നെല്ലാം ചിന്തിപ്പാൻ സമയം പോരാ. അത് ബാബേലിന്റെ ആത്മാവാണ്. ബാബേൽ പണിയെതിരെ ദൈവം പറഞ്ഞാൽ ഞങ്ങൾ പണിയുമെന്ന് പറയുന്നൊരു സംഭവം, അത് കലഹത്തിന്റെ ആത്മാവാണ്. ബാബേൽ പുത്രിയെ, നിന്റെ സന്തതിയെ പിടിച്ച് പാറമേൽ അടിച്ചു കൊല്ലുന്നവൻ ഭാഗ്യവാൻ. ഒരിക്കലും നമ്മൾ ബാബേലിനെ വളർത്തുക. ബാബേലിന്റെ പുത്രി ഒരു സന്തതി ഉണ്ടെന്ന് കണ്ടാൽ ശാലേലിന്റെ പ്രഭുവായ പാറമേൽ അടിച്ചവനെ കൊണ്ടുവരാം. ഒരിക്കലും വളർത്തി വളർത്തി മഹാപർവ്വതമായി തീർന്ന് നമ്മുടെ ജീവിതം നശിപ്പിച്ചു കളയും. ഇനി നിങ്ങൾക്ക് വിരോധമായി എഴുന്നേറ്റ് വരുന്നത് ഈശാനമൂലനാണ്. ആ രാത്രിയിൽ ഈശാനമൂലൻ കാറ്റെഴുന്നേറ്റ് പടകിനെ അടിച്ചു. പടയിലുള്ളതെല്ലാം ഞങ്ങൾ വലിച്ചെറിഞ്ഞു. ഞങ്ങൾ ഞങ്ങളുടെ പ്രാണന് വേണ്ടി ദൈവത്തോട് കരുതും. രാത്രിയിലെ യഹോവയുടെ ദൂതൻ പൗലോസിനോട്, ഇല്ല, നിന്റെ കപ്പലല്ലാതെ നിനക്കൊരു ദോഷവും വരികയില്ല. ഇന്ന് പകൽക്കാലം നമുക്ക് വിശ്വാസത്തോടെ ഏറ്റു പറയണം, നിനക്ക് വിരോധമായി എഴുതിച്ചു വരുന്നതൊന്നും എനിക്ക് ഭവിക്കത്തില്ല. എന്റെ ദൈവം വിശ്വസ്തനാണ്. എന്റെ ദൈവം വിശ്വസ്തനാണ്. ഇല്ല, ഒരിക്കലും എനിക്ക് വിരോധമായി എഴുതിച്ചു വരുന്നൊന്നും ഭവിക്കത്തില്ല. ചിലപ്പോൾ സാത്താന്യന്റെ അടുക്കൽ ആലോചിക്കുന്നു. ഇതുപോലെ ഇനി മറ്റൊന്നാണ്, നമ്മുടെ ശരീരത്തിന് വിരോധമായി രോഗം എഴുന്നേറ്റ് വരും. ശക്തമായ രോഗം നമുക്ക് എഴുന്നേറ്റ് വരും. ശക്തമായ എതിർപ്പുകൾ നമുക്ക് എഴുന്നേറ്റ് വരും. ഓർമ്മയിൽ വയ്ക്കുക. ഞാൻ ചില ദിവസം രോഗിയായിരിക്കുമ്പോൾ ഒരു വാക്യം എനിക്ക് കിട്ടി, ഞങ്ങൾ എഴുന്നേൽക്കും, ഞങ്ങൾ യെരൂശലേമിനെ പണിയും. നെഹമ്യാവ് പറഞ്ഞതാണ്, ഞങ്ങൾ എഴുന്നേറ്റ് യെരൂശലേമിനെ പണിയും. ഞങ്ങൾ എഴുന്നേറ്റ് യെരൂശലേമിനെ പണിയും. ദൈവം വിശ്വസ്തനാണ്. നമ്മുടെ ദൈവം നമ്മളെ അനാഥരായി വിടത്തില്ല. നമുക്ക് നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം, നമ്മുടെ മുഖം കർത്താവിലേക്ക് ഉയർത്താം. എല്ലാവരും യേശുവിന്റെ മുഖം ഒന്ന് ധ്യാനിച്ചാൽ ധൈര്യത്തോടെ 2800 വർഷം മുമ്പ് യെശയ്യാപ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്ത വചനമാണ്, നിനക്ക് വിരോധമായിട്ടൊന്നും ഭവിക്കത്തില്ല. എത്ര ദൈവമക്കൾ അത് വിശ്വസിക്കും? വ്യാകുലപ്പെട്ട മനസ്സോടെയാണോ നീ ദൈവസന്നിധിക്കുന്നത്? വ്യാകുലപ്പെട്ട ഹൃദയത്തോടെയാണോ നീ ദൈവസന്നിധിക്കുന്നത്? എന്തുകൊണ്ട് കർത്താവേ, ഞാൻ ഈ വഴി പോകേണ്ടി വരുന്നത്? നീ നിന്റെ പ്രതീക്ഷകളെല്ലാം അസ്തമിച്ചു പോകുന്നു. ആര് നിനക്കില്ല എന്ന് നീ നിന്നോട് തന്നെ പറയുന്നു. ഈ കാലം ദൈവത്തിനോട് പറയുന്നു, ഞാൻ നിന്നോട് കൂടെയുണ്ട്. നീ ഭ്രമിച്ചു നോക്കേണ്ട, നീ ഭ്രമിച്ചു നോക്കേണ്ട. ഞാൻ നിന്റെ ദൈവമാണ്, ഞാൻ നിന്റെ ദൈവമാണ്. ഞാൻ നിന്നെ സഹായിക്കാം, ഞാൻ നിന്നെ സഹായിക്കാം, ഞാൻ നിന്നെ ശക്തീകരിക്കാം. എന്റെ നീതിയുടെ കരം കൊണ്ട് ഞാൻ നിന്നെ താങ്ങാം. അർത്ഥത്തിന്റെ ദൈവം വിശ്വസ്തൻ, അർത്ഥത്തിന്റെ ദൈവം വിശ്വസ്തൻ. പരിശുദ്ധാത്മാവിന്റെ ഹൃദയങ്ങളെ ഏൽപ്പിച്ചു കൊടുത്താൽ സാത്താൻ വീക്ഷിച്ചു ഓടിപ്പോകണ്ട. സാത്താനെ Thank you.
ദൈവത്തിനോട് പറയുന്നു, ഞാൻ നിന്നെ അനാഥനായി വിടുകയില്ല. കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം നിന്നെ നടത്തിക്കൊടുന്ന വഴികളിൽ ഓർക്കുക. നീ അനുദിന നാളുകളുണ്ടായിരുന്നു, എല്ലാവരും വെറുക്കപ്പെട്ട നാളുകളുണ്ടായിരുന്നു, നിന്റെ പ്രാണനോട് തന്നെ നിനക്ക് നീരസം തോന്നിയ നാളുകളുണ്ടായിരുന്നു. എന്തുകൊണ്ട് കർത്താവേ ഞാൻ വഴി പോകേണ്ടി വരുമെന്ന് നീ നിന്നോട് തന്നെ ചോദിച്ചിട്ടുണ്ട്. ഞാൻ അവിടെ ഒന്നും നീ വീണു പോകാൻ നിന്റെ ദൈവം അനുവദിച്ചില്ല, അവിടെ ഒന്നും നശിച്ചു പോകാൻ നിന്റെ ദൈവം അനുവദിച്ചില്ല. ആ ദൈവം വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനാണ്. അവൻ നിന്നോട് പറയുന്നു, നിനക്ക് വിരോധമായി എഴുന്നേറ്റ് വരുന്നൊന്നും ഭവിക്കത്തില്ല, ഒരു രോഗവും നിനക്ക് ഭവിക്കത്തില്ല, ഒരു കൊടുങ്കാറ്റ് നിനക്ക് ഭവിക്കത്തില്ല, ഒരു വാദയുടെ ശക്തി നിനക്ക് ഭവിക്കത്തില്ല. വിളിച്ച ദൈവം വിശ്വസ്തൻ, വിളിച്ച ദൈവം വിശ്വസ്തൻ. ഈ കൂട്ടായ്മയിലേക്ക് നിന്നെ വിളിച്ച നിന്റെ ദൈവം വിശ്വസ്തൻ. നമുക്കെല്ലാവർക്കും വീണ്ടും ചേർന്ന് നന്ദി ഹൃദയത്തോടെ സ്തോത്രം ചെയ്താൽ പ്രവാചകനായ യെശയ്യാ മുഖാന്തരം ദൈവം നമുക്ക് നൽകിയ നിത്യവാഗ്ദത്തങ്ങൾക്കായി സ്തോത്രം ചെയ്യും. നമുക്ക് വിരോധമായി എഴുന്നേറ്റ് വരുന്നത് വലുതോ ചെറുതോ എന്തുമായി കൊള്ളട്ടെ, അതൊന്നും നമുക്ക് ഭവിക്കത്തില്ല. വിശ്വാസത്തോടെ നമുക്ക് സ്തോത്രം ചെയ്യാം. ദൈവം നമുക്ക് അനുകൂലമായിരിക്കാൻ ഭൂതലത്തിൽ നമുക്ക് പ്രതികൂലമായി യാതൊന്നും ഉണ്ടായിരിക്കത്തില്ല. ദൈവം വിശ്വസ്തനാണ്. ശക്തിയായി നമുക്ക് ചേർന്ന് സ്തോത്രം ചെയ്യാം. പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ കൃപയാലും എത്രയോ പേർക്ക് ലഭിക്കാത്ത മകൻ ഭാഗ്യവതികൾക്ക് തന്നതിനായ സ്തോത്രം കർത്താവേ. നിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുമ്പോൾ കർത്താവേ ആ രീതിയിൽ കർത്താവിന്റെ
കർത്താവേ, ആ നിങ്ങളുടെ സ്വഭാവം കർത്താവേ, അനുസൃതമായ നിങ്ങളുടെ സ്വഭാവങ്ങളെല്ലാം അവിടുന്ന് മാറ്റണമേ. ആ ദുഷ്ടതയും ആത്മപ്രശംസയും ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി കർത്താവേ, ഞങ്ങളെ പ്രവർത്തിക്കാൻ ഞങ്ങളെ ഒരുക്കുന്നതിനായി പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഇതുകൊണ്ട് പാലത്തിനുള്ളതിനായി സ്തോത്രം. നിങ്ങളോട് കർത്താവേ എതിർത്ത് നിൽക്കുന്നു ഇനിയും ആരോഗ്യം കൊണ്ട് കർത്താവേ അവർക്കെല്ലാം പൂർണ്ണമായ സൗഖ്യം ആശ്വാസം കൊടുത്ത് കടപ്പിക്കുന്നതിനായി പ്രാർത്ഥിക്കുന്നു. ഇത്രത്തോളം നിങ്ങൾക്ക് ദേശനായി സ്തോത്രം. ഈ പകർക്കാല സാക്ഷികൾക്ക് പ്രിയപ്പെട്ടവരോരുത്തരെയും കർത്താവ് അനുഗ്രഹിക്കണമേ. സാക്ഷിവാചകത്തിൽ ചേർന്ന് ബന്ധമായ എല്ലാ ആവശ്യങ്ങളും അവിടെ നിറവേറ്റി കൊടുക്കുന്നതിനായി പ്രാർത്ഥിക്കുന്നു കർത്താവേ. ആത്മീയ ഭൗമികമായ എല്ലാ നന്മകളാലും ഞങ്ങളുടെ ജനത്തെ നിറയ്ക്കുന്നതിനായി പ്രാർത്ഥിക്കുന്നു. ദുർദേശങ്ങളായി പ്രിയപ്പെട്ടവരോർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അവരോരോരുത്തരുമായിരിക്കുന്ന സ്ഥാനങ്ങളിൽ കർത്താവെ സൂക്ഷിക്കണമേ. ആപത്തുകൾ അനർത്ഥങ്ങൾ അനിഷ്ട സംഭവങ്ങളെല്ലാം ഈ അനർത്ഥകാലം വിടുവിച്ചതിനായി സ്തോത്രം. ഇനി നിന്റെ കൃപയ്ക്കുള്ളിൽ ഓരോരുത്തരെയും ആവശ്യമുള്ളതിനായി പ്രാർത്ഥിക്കുന്നു. ദൈവങ്ങൾ മറയ്ക്കാത്ത കർത്താവിന്റെ സാന്നിധ്യം കൊണ്ടിരിക്കും. ആത്മീയ ഭൂമിയുമായ എല്ലാ നന്മകളാൽ നിറച്ച് കർത്താവിന്റെ വരവിനായിട്ട് ഞങ്ങളെല്ലാവരെയും ഒരുക്കും. യേശു നാമത്തിൽ തന്നെ ആമേൻ. ആ പ്രാർത്ഥനകളിനാലെ നമുക്ക് ചേർന്ന് സ്തോത്രം ചെയ്യാം. നമുക്ക് എല്ലാവർക്കും ഒരു നിമിഷം ദൈവസന്നിധിയിൽ ദൈവം നമ്മളോട് ചെയ്ത് ഈ നന്മകളൊക്കെ നമുക്ക് തരുന്നല്ലോ. നന്ദിയുള്ളവരായി ചേർന്ന് സ്തോത്രം ചെയ്യാം.